അമരൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ചെന്നൈയിലെ വിദ്യാർത്ഥി. അനുവാദമില്ലാതെ തന്റെ ഫോൺ നമ്പർ സിനിമയിൽ ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വി വാഗീശൻ നോട്ടീസ് അയച്ചത്. തന്റെ നമ്പർ സായി പല്ലവി അവതരിപ്പിച്ച കഥാപാത്രം ഇന്ദു റെബേക്ക വർഗീസിന്റേതായാണ് സിനിമയിൽ കാണിക്കുന്നത്. സിനിമ ഇറങ്ങിയ ശേഷം ഈ നമ്പറിലേക്ക് കോളുകൾ എത്തുന്നു. ഇതോടെ തനിക്ക് സമാധാനം നഷ്ടമായെന്ന് വാഗീശൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉറങ്ങാനും പഠിക്കാനും പറ്റുന്നില്ല, മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നു. തനിക്ക് 1 കോടി രൂപയിലധികം നഷ്ടപരിഹാരം വേണമെന്നാണ് വാഗീശന്റെ ആവശ്യം. ആധാറും ബാങ്ക് അക്കൗണ്ടുകളുമായും ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ തന്റെ ഫോൺ നമ്പർ മാറ്റില്ലെന്നും വാഗീശൻ വ്യക്തമാക്കി. അതേസമയം ശിവകാർത്തികേയൻ, സായി പല്ലവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ അമരൻ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടി മുന്നേറുകയാണ്. ആർമി ഓഫീസർ മേജർ മുകുന്ദ് വരദരാജന്റെ കഥ പറയുന്ന ചിത്രം ദീപാവലി റിലീസായി ഒക്ടോബർ 31-നാണ് റിലീസ് ചെയ്തത്. ദീപാവലി ആഘോഷത്തിനിടയിലാണ് അപരിചിതമായ നമ്പറുകളിൽ നിന്ന് കോളുകൾ വരുന്നത് വാഗീശന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം കോൾ എടുത്ത് സായി പല്ലവിയുടെ നമ്പർ അല്ലെന്ന് മറുപടി നൽകിയെങ്കിലും പിന്നാലെ നിർത്താതെയുള്ള കോളുകൾ കാരണം ഫോൺ സൈലന്റ് മോഡിലാക്കുകയായിരുന്നു. എന്നാൽ വാട്സപ്പിലും ഇതേ രീതിയിലുള്ള സന്ദേശങ്ങൾ എത്തിയതോടെയാണ് തന്റെ മൊബൈൽ നമ്പറാണ് സിനിമയിൽ ഉപയോഗിച്ചതെന്ന് തനിക്ക് മനസ്സിലായതെന്ന് വാഗീശൻ പറയുന്നു. സിനിമ ഇറങ്ങിയത് മുതൽ തനിക്ക് ഉറങ്ങാനോ പഠിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഫോൺ ഓണാക്കുമ്പോൾ അപരിചിതർ വിളിക്കുകയാണ്. തുടർച്ചയായ ഇൻകമിംഗ് കോളുകൾ കാരണം ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ പോലും കഴിയുന്നില്ല. വല്ലാത്ത അവസ്ഥയിലാണെന്നും വാഗീശൻ പറയുന്നുണ്ട്. ആദ്യം പ്രശ്നപരിഹാരത്തിനായി സംവിധായകനെയും ശിവകാർത്തികേയനെയും ടാഗ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് വാഗീശൻ പങ്കുവച്ചിരുന്നു. എന്നാൽ അതിലൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നിയമപരമായി വിദ്യാർത്ഥി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലും സോണി പിക്ചേഴ്സ് ഫിലിംസ് ഇന്ത്യയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. അതേസമയം ശിവകാർത്തികേയന്റെ അമരൻ ആഗോളതലത്തിൽ 300 കോടി നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിദേശത്ത് മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചത്. വിദേശത്ത് നിന്ന് ഏകദേശം 77 കോടി രൂപയിലധികം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യമായാണ് ശിവകാർത്തികേയൻ ആഗോളതലത്തിൽ 250 കോടി ക്ലബിലെത്തുന്നത്. ഇതിനു മുൻപ് ആഗോളതലത്തിൽ 125 കോടി നേടിയ ഡോൺ ആണ് ഉയർന്ന കളക്ഷനായി ശിവകാർത്തികേയന്റെ പേരിലുണ്ടായിരുന്നത്. ശിവകാർത്തികേയൻ തമിഴകത്ത് മുൻനിര വിജയ താരങ്ങളുടെ പട്ടികയിലേക്ക് എത്തിയെന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്.